നമസ്കാരം. ഡോക്ടർ ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. റോഡ് അപകടങ്ങൾ, തീപ്പൊള്ളൽ, മുങ്ങിമരണം, ഗുരുതര വീഴ്ചകൾ, ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങി മനുഷ്യജീവന് സംഭവിക്കാനിടയുള്ള അത്യാഹിതങ്ങൾക്കെല്ലാം അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്ന ചികിത്സാ ശാഖയാണ് എമർജൻസി മെഡിസിൻ. എമർജൻസി മെഡിസിനിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരുടെ ഒരു ടീമാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൃശൂർ അമല ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജോബിൻ ജോസ് മാപ്രാണിയുമായാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹായ്, നമസ്കാരം. നമസ്കാരം സർ. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ജീവനും മരണത്തിനുമിടയിൽ മല്ലിടുന്ന നിരവധി മനുഷ്യർക്ക് അവസാന പ്രതീക്ഷയാണ് താങ്കളെപ്പോലുള്ള ഡോക്ടർമാർ. നമ്മൾ സാധാരണ മനുഷ്യർക്ക് കാണാനും കേൾക്കാനും ഒരിക്കലും ആഗ്രഹിക്കാത്ത കാഴ്ചകൾ നിരന്തരം കാണേണ്ടി വരികയാണ് ഡോക്ടർക്ക് ജോലിയുടെ ഭാഗമായിട്ട്. എത്തരത്തിലാണ് എമർജൻസി മെഡിസിൻ വിഭാഗത്തെ ഒന്ന് വിശദമാക്കി തരാം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയ സ്പെഷ്യാലിറ്റിയാണ്. ദാറ്റ് മീൻസ് ഇന്ത്യയിലൊരു 2000 കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഇന്ത്യയിലോട്ട് വന്നത്. നേരെ മറിച്ച് 1979 അമേരിക്ക ഓൾറെഡി ഇതൊരു സ്പെഷ്യാലിറ്റി തന്നെ ഓൾറെഡി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എമർജൻസീസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യാലിറ്റി വേണ്ടേ? ആ ഒരു ചോദ്യത്തിന് വളരെ ഒരു പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ രാജ്യം മൊത്തം കാഷ്വാലിറ്റീസ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും കാഷ്വാലിറ്റി ഉണ്ടാവും. പക്ഷേ കാഷ്വാലിറ്റി നിങ്ങളൊരു പേഷ്യൻ്റ് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഒരു CMO ആയിരിക്കും അവിടെ കാണുന്നത്. അവരുടെ ഒരു നോളജ്, ഒരു MBBS നോളജായിട്ട് അവർ പരമാവധി ഒന്ന് ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ICUവിൻ്റെ ഡോക്ടേഴ്സിനെ വിളിക്കുന്നു, എന്നിട്ട് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ എമർജൻസി മെഡിസിനായിട്ട് ഭയങ്കര ഒരു വ്യത്യാസം വരുന്നത്. നമ്മുടെ ഈ സ്പെഷ്യാലിറ്റി പഠിച്ച ആൾക്കാർ ആ ഒരു എമർജൻസീസ് ഡീൽ ചെയ്യുമ്പോൾ ഒരു ICU കെയർ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പേഷ്യൻറ്റിന് എന്തൊക്കെയാണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അത് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഒരു കാരണവശാൽ നിങ്ങൾ വിചാരിക്കരുത് ഒരു എമർജൻസി മെഡിസിനിലോട്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് വളരെ പെട്ടെന്ന് ICUലോട്ട് എത്തും. ഒരിക്കലും ഇല്ല. കാരണം പേഷ്യൻ്റ് സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു 2, 3, 4, 5 മണിക്കൂറൊക്കെ എടുക്കും. കാരണം എല്ലാത്തരം ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നമ്മൾ നീങ്ങുന്നുള്ളൂ. ഇതിലാകെ ഒരു എക്സെപ്ഷൻ വരുന്നത് സർജിക്കൽ എമർജൻസീസാണ്. ആ സർജിക്കൽ എമർജൻസീസ് വരുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് സർജൻസോ ന്യൂറോ സർജൻസ് വിളിക്കേണ്ടി വരും. കാരണം സർജറി ചെയ്യാണ്ട് ചില പേഷ്യൻസ് സ്റ്റേബിൾ ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഡീൽ ചെയ്തോളൂ. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഏറ്റവും വലിയ അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടോ, വലിയ വീഴ്ചകളിലോ, പൊള്ളലേറ്റിട്ടോ, റോഡ് അപകടങ്ങളിലോ അല്ലെങ്കിൽ ഹൃദയാഘാതം പോലെയുള്ള അത്യാഹിതങ്ങളുമായിട്ടാണ്. ഡോക്ടർ, അപ്പോൾ ഇത്തരത്തിൽ ഉള്ള രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രാഥമികമായ കാര്യങ്ങളുണ്ടല്ലോ. CPR നൽകുന്നതായാലും പ്രഥമ ശുശ്രൂഷ നൽകുന്നതായാലും. ഡോക്ടർ, അതിനെക്കുറിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് രോഗിയെ കൈകാര്യം ചെയ്യേണ്ട വിധം എങ്ങനെയാണ് എന്ന് ഒന്ന് പറയാം? ഒരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്താൽ, ഒരു ഒഫീഷ്യൽ സ്റ്റഡി ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ് ദാറ്റ് ഇന്ത്യയിൽ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കാർഡിയക് അറസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 14% മാത്രമേ ഒരു സർവൈവൽ, 14 to 16, അല്ലെങ്കിൽ ചില സ്റ്റഡീസിൽ അത് മാക്സിമം പോയാൽ ഒരു 18%. വേറെ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ പോയാൽ നിയർലി അബവ് 60% വരെ സർവൈവൽ റേറ്റ് ഉണ്ട്. ഈ 60% വരാൻ കാരണം ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ലെവൽ തൊട്ടിട്ട്, ദാറ്റ് ഇസ് 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് തന്നെ അവരുടെ ബേസിക് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ അത് പറയുകയാണെങ്കിൽ പോലും അതൊരു നമ്മൾ പിള്ളേർ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നത് ഒരു സബ്ജക്റ്റായിട്ടില്ല. നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മൈൻഡിൽ അതിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടത്? ഈ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീൻ സേഫ്റ്റി. നിങ്ങളുടെ ന്യൂസ് ചാനലിൽ തന്നെ നിങ്ങൾ കുറേ ഇൻസിഡൻസ് എടുത്തിട്ടുണ്ടാവും. ഒരാൾ വെള്ളത്തിൽ വീഴുന്നു, എനിക്ക് നീന്തൽ അറിയാണ്ട് ഞാൻ ചാടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ മുങ്ങി മരിക്കും, ഉറപ്പാണ്. അപ്പോൾ അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വിളിക്കുക. കാരണം അവർക്കായിരിക്കും കൂടുതൽ ആ ഒരു കുളത്തിനെ പറ്റിയോ നീന്തലത്തെ പറ്റി നന്നായിട്ട് അവർക്ക് അറിയായിരിക്കും. അതേമാതിരി തന്നെയാണ് അടുത്ത സ്റ്റെപ്പ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ്
ചെക്കിംഗ് ഫോർ റെസ്പോൺസ്, യു ആർ ലുക്കിംഗ് ഫോർ റെസ്പോൺസ് വിത്ത് പേഷ്യൻ്റ് അത് സിക്ക് ആണോ ബാഡ് ആണോ തീരെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. തേർഡ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹെൽപ്പിൽ വിളിക്കണം. നമ്മുടെ ഒരു സിസ്റ്റം ഓൾറെഡി കേരളത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് സിസ്റ്റം അത്യാവശ്യം സ്ട്രോങ് ആണ്. പ്രീ ഹോസ്പിറ്റൽ കുറച്ചുകൂടി ചെയ്യാനുണ്ട്, പക്ഷേ അത്യാവശ്യം സ്ട്രോങ് ആണ് നമ്മുടെ ആംബുലൻസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ 108 112 വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ വരുന്നു. പക്ഷേ ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. നമുക്കൊരു പൾസ് ഉണ്ടോ, ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ CPR ചെയ്യുന്നത് ഹാർട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ ചുരുക്കം കുറച്ച് പേഷ്യൻസിന് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. നേരെ മറിച്ച് ബാക്കിയുള്ളവർക്ക് നമ്മൾ CPR ചെയ്യുന്നത് ആ സർക്കുലേഷൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ആംബുലൻസും നമുക്ക് ഈ CPR കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. CPR കണ്ടിന്യൂ ചെയ്തൊരു പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. നേരെ മറിച്ച് CPR ചെയ്യാത്തൊരു പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ബ്രെയിൻ ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പൾസ് കിട്ടിയാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും ആ പേഷ്യൻസിന്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു അരമണിക്കൂറിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നാൽ പോലും ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദിസ് ഇൻ അവർ സ്കൂൾസ്, കോളേജസ് ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ആംബുലൻസുകാർക്കും പോലീസും ഫയർഫോഴ്സിനും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകന്റെ കോൾ വെയിറ്റിംഗ് ഉണ്ട്. എറണാകുളത്ത് നിന്ന് ഷാജിയാണ്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. അതായത് നമ്മളിപ്പോൾ ഈ പല അപകടങ്ങളും, ഞാനൊരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്, അപ്പോൾ പല അപകടങ്ങളും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്, ഈ വാഹനാപകടങ്ങൾ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വാഹനാപകടം ഉണ്ടായി കഴിയുമ്പോൾ ആൾക്കാരെല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാവരും എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഭയങ്കര ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് തൊടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. കാരണം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ടുള്ള അപകടങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഞാൻ പലയിടത്തും. കാരണം ഞാൻ ദൂരെയൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പല സമയത്ത്. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? യെസ്, ഇത് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നിങ്ങൾ TV കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളുടെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രീ ഹോസ്പിറ്റൽ കെയർ എങ്ങനെയാണോ അങ്ങനെയല്ല നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ജനങ്ങൾ ചുറ്റും നിൽക്കും. അപ്പോൾ അടുത്ത ചാൻസസ് ഓഫ് ഒരു ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. പിന്നെ ഈ കഴിഞ്ഞൊരാഴ്ച തന്നെ ഒല്ലൂർ വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റ് ഞാൻ കണ്ടു. ഞാൻ ഇറങ്ങി, ആൾ പകുതി റോഡിൽ പകുതി ഒരു കനാലിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിച്ചു. എന്ന് വെച്ചാൽ ആളുടെ സ്പൈനൽ കോഡ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ മാത്രമേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. ആ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആംബുലൻസ് വരണം. ആംബുലൻസ് വന്നു കഴിഞ്ഞിട്ട് ഈ ആംബുലൻസുകാർക്കും അറിയണം ദാറ്റ് ഇങ്ങനെ തന്നെ വേണം ആ പേഷ്യൻറ്റിനെ ആംബുലൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു നോളേജ് വളരെ കുറവാണ്. നമ്മളത് ശ്രമിക്കുന്നു, പക്ഷേ ആ നോളേജ് ഇപ്പോൾ കുറവാണ്. കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2 പേര് 2 കാല് പിടിച്ചു, 2 പേര് 2 കൈ പിടിച്ചു, നേരെ ആംബുലൻസ് ട്രോളിയിലോട്ട് കയറ്റി. ഇവർക്ക് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അതിനാഘാതം പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കാണും. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു സാധനം, ബ്ലീഡിങ് ഓപ്പണായിട്ട് കാണുന്നൊരു സ്ഥലത്ത് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ബ്ലീഡിങ് ഒന്ന് കുറയ്ക്കാൻ പറ്റണം. ഫ്രാക്ചേഴ്സ് ഓബ്വിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ അത് ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റണം. ബാക്കി എൻ്റെ ഒരു അഡ്വൈസാണ്, ഒരിക്കലും ഈ ഓട്ടോറിക്ഷയിലും ഈ കാറിലും ഒന്നും ഈ പേഷ്യൻസിന് കയറ്റരുത്. കാരണം ഒരിക്കലും മടങ്ങി കഴിഞ്ഞാൽ അത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ സീറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നട്ടലിൻ്റെ അവിടെയോ നമ്മളെ ഇടുപ്പിൻ്റെ അവിടെയോ അവിടെയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് കയറ്റുന്ന കാരണം ആ ഒരു ഇഞ്ചറീസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആംബുലൻസ് തന്നെ വിളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സർ, വിളിച്ചതിന് നന്ദി, വ്യക്തമായി വിചാരിക്കുന്നു. ഇടുക്കിയിൽ നിന്ന് മധു ഉണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ. യെസ്, നമസ്കാരം. കേൾക്കാം ഡോക്ടർ. ഞാനേ
ഒരു കാര്യം ചോദിക്കാൻ മാത്രം വിളിച്ചല്ല ഡോക്ടർ, എല്ലാ കാര്യത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലതാണ്, കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു. പക്ഷേ HB എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാ. എനിക്ക് 16.4 എന്റെ ഈ ഹീമോഗ്ലോബിൻ്റെത്. അതിനിപ്പോ ഒന്ന് അഭിപ്രായം പറയാമോ അതിനെപ്പറ്റി? ഇതിനോട് ബന്ധപ്പെട്ടതാണോ? അത് നിങ്ങളുടെ ചോദ്യം ഈ 16.6 നോർമൽ ആണോന്നാണോ, അല്ലെങ്കിൽ അത് കൂടുതലാണോ കുറവാണോ എന്നാണോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടല്ലോ, 16.4 നോർമൽ ആണല്ലോ. എൻ്റെ HB ഉള്ളത് 16.8 ആണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനോട് ഒന്നും ചെയ്യണ്ട. നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ക്ഷീണമോ അല്ലെങ്കിൽ ഒരു നെഞ്ചെടുപ്പോ നെഞ്ചുവേനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും കാരണം. നമ്മൾ ഉറപ്പായിട്ട് ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ HB നിങ്ങൾ പറഞ്ഞത് ഫുള്ളി നോർമലാണ്, ഒരു അഡൾട്ട് മെയിലാണെങ്കിൽ. സർ, വ്യക്തമായെന്ന് വിചാരിക്കണോ? വിളിച്ചിരുന്നു. ഈ ഡോക്ടർ എപ്പോഴും എമർജൻസിയെ കുറിച്ച് പറയുമ്പോൾ സമയത്തിനാണ് പ്രധാനം. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ വീടുകളിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു വീണു ഒക്കെ ആണെങ്കിൽ ഏറ്റവും അടുത്ത ക്ലിനിക്കിലേക്ക് പോകും. അവിടെയുള്ള ഡോക്ടറെ കണ്ട് അവർ റെഫർ ചെയ്തിട്ടായിരിക്കും പിന്നീട് അടുത്ത എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ള ഒരു വലിയ ആശുപത്രിയിലേക്ക് മാറും. അപ്പോൾ ഡോക്ടറെ ഈ സമയം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളാണ് വരുന്നതെങ്കിൽ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഒരു അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സമയം, ഇപ്പോൾ ഡോക്ടറെ കാണാൻ വരുന്നു, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചതെന്ന് ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ ഒക്കെ മറന്നിട്ടായിരിക്കും കൃത്യമായ സമയം രോഗി പറയാറുണ്ടാവില്ല. അപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഒരു എമർജൻസി മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ? ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ അടുത്ത് കുറേ ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടാവും. അവരുടെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ആ ഫെസിലിറ്റീസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ ആ ഫെസിലിറ്റി അവർക്ക് എന്തൊക്കെ ഉണ്ട്, അവർക്ക് കാർഡിയോളജിസ്റ്റ് ഉണ്ടോ, ന്യൂറോളജിസ്റ്റ് ഉണ്ടോ, എമർജൻസി മെഡിസിൻ പഠിച്ച ആൾക്കാരുണ്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത റെഫറൽ സെൻറ്ററിലോട്ട് പോകുമ്പോൾ പിന്നെയും കുറേ സമയം നമ്മുടെ പോവുകയാണ്. അതിനെങ്കിലും ഭേദം വളരെ പെട്ടെന്ന്, ഏറ്റവും പെട്ടെന്ന് ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് കുറേ കേസുകൾ നമ്മളിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവിടെ വെച്ച് നിർത്തുന്നു, അവിടെ വെച്ച് ഡോക്ടർ കാണുന്നു, അവിടെ വെച്ചിട്ട് ECG എടുക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാവുന്നു, പക്ഷേ പിന്നെ അടുത്ത ഫെസിലിറ്റി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഉറപ്പായിട്ട് ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റലിലോട്ട് പോകണം. അതാണ് ഫസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ, ഇനി ഇത് കുറേ ജനങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ CPRൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ദാറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ സർക്കുലേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം എന്തുകൊണ്ടാണ് ആ ഹാർട്ട് നിന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ CPR ചെയ്യുമ്പോൾ ആ ഹാർട്ട് തന്നെത്താൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസും വളരെ കുറവാണ്. അപ്പോൾ ആ സർക്കുലേഷൻ പക്ഷെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ CPR ഹോസ്പിറ്റൽ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഹാർട്ട് നിന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. നമ്മുടെ ഹോസ്പിറ്റൽ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അമല ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഈ വർഷങ്ങൾ എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. ദാറ്റ് ഒരു 30 മിനിറ്റ് ഒരു പേഷ്യൻ്റ് ഹാർട്ട് അടിക്കുന്നില്ല, ദാറ്റ് ഇസ് പേഷ്യൻ്റ് കണ്ടത് 1 മണിക്കൂർ മുമ്പായിരിക്കും കണ്ടത്. ആൾക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ബോധം ഉണ്ടായിരുന്നില്ല, ആളുടെ ഹാർട്ട് അടിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് ആൾക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആൾക്ക് പൾസില്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? CPR തുടങ്ങണോ അല്ലെങ്കിൽ വേണ്ടേ? ഇതിൽ 2 പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. ഞാൻ CPR തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ പൾസ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം 1 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ. പക്ഷേ ഈ സർക്കുലേഷൻ അത്രയും നേരം വരെ ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് ബ്രെയിൻ ഡെഡ് ആവാനുള്ള ചാൻസ് അതിലും കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പറയുന്നൊരു കാര്യം, 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയൊരു മെച്ചം നമ്മൾ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഫസ്റ്റ് 30 മിനിറ്റ്സിനുള്ളിൽ ആണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിൽ ഈ ജനങ്ങൾക്ക് ഉണ്ടാവുന്നൊരു ചോദ്യം കൂടി ഞാൻ പറയുന്നു. അപ്പോൾ നമ്മൾ CPR ചെയ്തു, ആൾക്ക് പൾസ് വന്നു, ആളുടെ ബ്രെയിൻ ഡെഡായി,
പക്ഷെ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ, ഈ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, നമ്മളുടെ വെന്റിലേറ്ററോട്ട് കണക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ ടെൻഷനിൽ എല്ലാവരും പറയും നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, വെന്റിലേറ്ററോട്ട് കണക്ട് ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ ഒരു സാഹചര്യം ഞാൻ പറയാം, നമ്മൾ ഈ പേഷ്യൻ്റ് വെന്റിലേറ്ററോട്ട് കണക്ട് ചെയ്യുന്നു, പക്ഷേ ഈ പേഷ്യൻ്റ് ഒരു 3 ദിവസം വരെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ആൾ ബ്രെയിൻഡ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോഴേക്കും ഈ ജനങ്ങൾക്ക് ഒരു വിഷമം വന്ന് തുടങ്ങും. ദാറ്റ് ഈ പറഞ്ഞ ആൾ ഇതുവരെ ഇമ്പ്രൂവ് ആയിട്ടില്ല, ഇയാൾ ഇപ്പോൾ വെന്റിലേറ്റർ മാത്രമാണ്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ അവരോട് പറയുന്നു പേഷ്യൻ്റ് ബ്രെയിൻഡ് ആണ്, അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ഒരു ന്യൂസ്, ഈ അടുത്ത് തന്നെ കണ്ടൊരു ന്യൂസ്, 4 ദിവസം 5 ദിവസം ICUയിൽ കിടന്നു, പേഷ്യൻ്റ് ഡെത്തായിട്ടാണ് ICUയിൽ കിടന്നത്. ഹോസ്പിറ്റൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത്. അങ്ങനൊന്നും സാധിക്കില്ല കേട്ടോ, അത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനൊന്നും സാധിക്കില്ല. കാരണം നമ്മളൊരു പേഷ്യൻ്റ് CPR ചെയ്യുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആളുടെ ബ്രെയിൻ ഡെത്താണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ആ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നേരത്തെ തന്നെ നമ്മൾ ഒരു ഡിസിഷൻ ഉണ്ടാക്കി വെക്കണം. ഇങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ വെന്റിലേറ്റർ കണക്ട് ചെയ്യണോ വേണ്ടേ, അത് ഒരു ഡിസിഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ നീങ്ങാനായിട്ട്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് കോട്ടയത്ത് നിന്ന് മാത്യു ടി ചെയ്ത പ്രേക്ഷകരുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. സാറേ ഞാനേ കോട്ടയത്ത് നിന്ന് വിളിക്കാണേ. എനിക്ക് ഹീമോഗ്ലോബിൻ 18 വരെ വന്നായിരുന്നേ. എനിക്ക് 18 വരെ വന്നായിരുന്നു ഹീമോഗ്ലോബിന്. അത് കുറഞ്ഞ് പിന്നെ എനിക്കിത് 16 ഇപ്പം 16 നിൽക്കുക. ഞാൻ ബ്ലഡ് എടുത്ത് കളഞ്ഞായിരുന്നേ കുറച്ച്. അന്നേരം ബ്ലഡ് എടുത്ത് കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ വന്നു. അത് 100ന്റെ ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, 100ന്റെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നമുക്ക് ഈ എൻ്റെ ഇത് തൈറോയിഡ് കഴിഞ്ഞപ്പോൾ തൈറോയിഡ് ഉള്ളപ്പം തന്നെ എനിക്ക് ഇത് ഉണ്ടായി, യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടായി. ആ യൂറിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടി അതിൻ്റെ എല്ലാം ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ടിന് ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഉണ്ടായി. അത് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞ് ഈ വെയിറ്റ് ഉള്ളതൊന്നും എടുക്കരുതെന്ന് പറയും. അപ്പം ഞാൻ എന്നാണെന്ന് പറഞ്ഞാൽ അതൊരു 1.5 വർഷം കഴിഞ്ഞാണ് ഞാൻ ഈ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഇരുന്നപ്പോൾ ഞാനിനി ചെറിയൊരു വെയിറ്റ് ആയിട്ടുള്ളൊരു ഇഷ്ടി ഒരു 4-5 എടുത്ത് അത് മാറ്റി, പണിക്കാരില്ലാഞ്ഞപ്പോൾ ഞാനതെടുത്ത് മുറ്റത്തിരുന്നെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പം മുതൽ എൻ്റെ കൈക്ക് ഒരു വേദന പോലെ, അന്ന് ഭയങ്കര കിഴപ്പായിരുന്നു എൻ്റെ കിടത്ത് കൈക്ക്, ഭയങ്കര കിഴപ്പ് പോലെ വന്നിട്ടും അത് മാറിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സസൈസോ ഞാൻ എടുത്തു കഴിയുമ്പം നെഞ്ചിന് ഭയങ്കര വേദനയായിട്ട് തോന്നിക്കുകയാണ്. അങ്ങനെ അത് തോന്നിയൊരു ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറും. അതെന്തുകൊണ്ടാണ് സാറിനോട് ചോദിക്കാനായിരുന്നു. ഇങ്ങനെ ഒരു വേദന വരുമ്പോൾ ഉറപ്പായിട്ട് അത് ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം മാതിരിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രക്തോട്ടം കുറയുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റും നമ്മുടെ എക്സസൈസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ഹാർട്ട് റേറ്റ് കൂടും, ഹാർട്ടിന് കൂടുതൽ ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ രക്തക്കുഴലിന് അത്രയും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഒരു ECG ആൻഡ് ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും, എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഇടത്തെ സൈഡിലാണ് നെഞ്ചുവേദന പറയുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കയ്യിലോട്ട് കഴുപ്പുണ്ട്. ഇത് ലൈറ്റായിട്ട് എടുക്കരുത്. എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ വന്ന് കാണണം, ഈ മരുന്നുകൾ ഒന്ന് കൂട്ടണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഹീമോഗ്ലോബിൻ 18 പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ്, അത് പോളിസൈത്തീമിയ നമ്മൾ പറയും, ഈ പോളിസൈത്തീമിയ പേഷ്യൻസിന് കൂടുതൽ റിസ്ക്കാണ് ഹാർട്ടിൻ്റെ. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് ഒന്ന് കളയണം, എന്നാൽ മാത്രമേ അതിന് വിസ്കോസിറ്റി കുറയുള്ളൂ, ബ്ലഡിൻ്റെ തിക്നെസ് കുറയുള്ളൂ.
അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണം, ആൻജിയോഗ്രാം ചെയ്യണം, കാർഡിയോളജിസ്റ്റിനെ കാണണം. ഒരു എമർജൻസി ഫിസിഷ്യനെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എമർജൻസി മെഡിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തൃശ്ശൂർ അമല ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജോബിൻ ജോസ് മാപ്രാണിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് കാണാനോ കേൾക്കാനോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നിത്യേന എന്നോണം ഡോക്ടർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക? ലൈഫ് റെസിസ്റ്റേഷനാണ് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ അത് സ്ട്രോക്ക് ആവട്ടെ, അത് ഹാർട്ട് അറ്റാക്ക് ആവട്ടെ, അത് ചോര ഛർദ്ദിച്ചുള്ള കേസുകളാവട്ടെ, ആക്സിഡൻസ് ആവട്ടെ. ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഈ മഴക്കാലമായിട്ട് നമുക്ക് കുറേ ഡെങ്കു പനിയൊക്കെ വരുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഡെങ്കു പനിയൊക്കെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് വരുന്നുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ ഇത് ബോഡി പെയിനും ഫീവറും പനിയൊക്കെ നല്ല കൂടുതലാണെങ്കിൽ 2 ദിവസത്തിന് മുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് അത് എന്തെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ അഡ്മിഷൻ ആവുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം ഒന്നുമില്ലാത്ത ആൾക്കാർ, വേറെ ഷുഗറോ പ്രഷറോ വേറെ ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലാത്ത ആൾക്കാരും പോലും സീരിയസും സിക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിൽ എല്ലാവരും ഉണ്ടാവണം. ഡോക്ടറിന് എത്രയും പെട്ടെന്ന് കാണണം. ടെസ്റ്റിംഗ് ചെയ്തിട്ട് അതിന് മരുന്നുകളും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു അവസരത്തിൽ നമുക്ക് തുടരാവുന്നതാണ്. പ്രോഗ്രാം അവസാനിക്കുന്നു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.